ഇന്ന് നമുക്ക് മുട്ടയും പനീറും വെച്ച് നല്ല കിടിലൻ ടേസ്റ്റിലൊരു റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് അതേപോലെ തന്നെ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പനീറും ഫ്രൈ ചെയ്തെടുക്കാം. 1/2 കപ്പ് പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പനീറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മൾ വഴറ്റി വെച്ച ഉള്ളി ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടി. ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. 2 ടേബിൾ സ്പൂൺ തൈര്. ഇതിന് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുഴച്ചെടുത്തതാണിത്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുട്ടയും പനീറും ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 7-8 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൈകൊണ്ടൊന്ന് പൊടിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.